നമസ്കാരം. ഇറാൻ യുദ്ധം നടക്കുന്ന സാഹചര്യമാണല്ലോ ഇത്. അതുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഏതായാലും വാഷിങ്ടൺ ആർമി ബേസിൻ്റെ മുകളിൽ, എവിടെ? വാഷിങ്ടൺ ആർമി ബേസിൻ്റെ മുകളിൽ. എവിടെയാണ് വാഷിങ്ടൺ? അമേരിക്കയിൽ. അവിടുത്തെ ആർമി ബേസിൻ്റെ മുകളിൽ നിഗൂഢമായിട്ടുള്ള ഡ്രോണുകൾ പറക്കുന്നത് കണ്ടെത്തി. ഇറാനിൽ സംഘർഷം മൂത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. റൂബിയോ, ഹെക്സത്ത്, ഈ രണ്ടുപേരും അവിടുത്തെ വലിയ ആൾക്കാരാണ്, സൈനിക മേധാവികളാണ്. അവർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ മേലെയാണ് ഈ നിഗൂഢ ഡ്രോണുകൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇത് എവിടുന്നാ വന്നതെന്ന് വരെ ഇതുവരെ പിടികിട്ടിയിട്ടില്ല. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് അവർ താമസിക്കുന്ന വാഷിങ്ടൺ ആർമി ബേസിൻ്റെ മുകളിലാണ്. അപ്പം തീക്കട്ടയുടെ മുകളിൽ ഉറുമ്പരിക്കും അല്ലേ? നമ്മൾ കേട്ടുള്ള എന്താ? തീക്കട്ടയുടെ മേലെ ഉറുമ്പരിക്കില്ല, എന്നാൽ തീക്കട്ടയുടെ മുകളിലും ഉറുമ്പരിക്കും എന്ന് വന്നിരിക്കുകയാണ്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് അവർ താമസിക്കുന്ന വാഷിങ്ടൺ ആർമി ബേസിൻ്റെ മുകളിലാണ് ഡ്രോണുകൾ പറന്ന് നടന്നത്. ഗൾഫ് രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള ഇറാൻ ആക്രമണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷം വളരെ രൂക്ഷമാകുന്ന ഈ സാഹചര്യത്തിലാണ് ഈ ഒരു കാഴ്ച അവിടെ കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഡ്രോണുകൾ എവിടെ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്? ആർക്കും അറിയില്ല. ആർക്കറിയില്ല? എനിക്കോ നിങ്ങളുടെ കാര്യമല്ല, അമേരിക്കക്കാർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഡ്രോണുകളുടെ ഉത്ഭവം എവിടെ നിന്ന് പുറപ്പെട്ടു എന്നിത്യാദി കാര്യങ്ങൾ കണ്ടെത്താൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇത് സാധാരണക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതല്ല, വാൾ സ്ട്രീറ്റ് ജേണലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇറാനുമായിട്ട് വലിയ രൂപത്തിൽ ഓരോ ദിവസവും പുതിയ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് യുദ്ധത്തിൻ്റെ. അത് യുദ്ധം തുടങ്ങിയിട്ട് ഇത്തിരി 10-18-20 ദിവസമായിട്ടും യുദ്ധത്തിൻ്റെ ഗഴി താഴോട്ടല്ല മേലോട്ട് തന്നെയാണ്. സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന മിഡിൽ ഈസ്റ്റിൽ. അതിൻ്റെ ഇടയിലാണ് ഇവരുടെ ഹൃദയം തകർക്കുന്ന രീതിയിലുള്ള വാർത്ത വന്നത്. അമേരിക്കക്കാരുടെ യു എസിൻ്റെ ആർമി ബേസിൻ്റെ മുകളിൽ, അതും വലിയ ഉദ്യോഗസ്ഥന്മാർ താമസിക്കുന്ന സ്ഥലത്താണ് ഈ ഡ്രോണുകൾ വന്നെത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും വലിയ സങ്കടം, ഇത് എവിടെ നിന്നാണ് ഈ ഡ്രോൺ വന്നെത്തിയത്, ആരുടെ ഡ്രോണുകളാണ്, ആരയച്ച ഡ്രോണുകളാണ് എന്നിത്യാദി കാര്യങ്ങൾ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ ആക്രമണം നടത്തുകയാണ്, അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, കുരിശുയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ ഓരോ നിമിഷം ഉയർന്ന രീതിയിലുള്ള അവർ അമേരിക്ക മൊത്തം മൊബിലൈസ് ചെയ്തിരിക്കുകയാണ്. അവിടെ മൊത്തം അലർട്ടഡാണ്, അവിടെ വലിയ ജാഗ്രതയാണ് അവിടെ. ആയതുകൊണ്ട് തന്നെ ഒരു ഈച്ചയ്ക്ക് പോലും അമേരിക്കയുടെ സൈനിക മേധാവികളുടെ അഥവാ സൈനിക കേന്ദ്രങ്ങളുടെ അനുമതി കൂടാതെ, അവരുടെ നിരീക്ഷണത്തിൽ പെടാതെ അമേരിക്കയിൽ കടന്നു ചെല്ലാൻ കഴിയില്ലെന്നൊക്കെയാണ് അവർ പറയുന്നത്, നമ്മളും കരുതി വെച്ചിട്ടുള്ളത്. പക്ഷെ അതേ സമയത്ത് ഇങ്ങനെയൊരു സംഭവം അവർ നെഞ്ചു കലക്കിയിരിക്കുകയാണ്. വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ ട്രംപിൻ്റെ തലയുടെ മുകളിൽ ഇറാൻ്റെ ഡ്രോൺ, ഇതാണ് സാധാരണക്കാർ മനസ്സിലാക്കുന്നത്. ഇപ്പം അമേരിക്കക്കാരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അതാണ്. ഇതിന് മുൻപ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ, വളരെ വലുതായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. അന്ന് അവരുടെ ആ 2 കൊമ്പുകൾ വീണു എന്നാണ് വിചാരിച്ചത്. വീണ്ടും കൊമ്പിളക്കം ആരംഭിച്ചു. അതേപോലത്തെ മറുപടിയാണോ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കണമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നർത്ഥം. ഏതായാലും ഈ ഉയർന്ന ജാഗ്രത ഉണ്ടായിട്ട് പോലും ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായി, ഭീഷണികളുണ്ടായി. അതുകൊണ്ട് സൈന്യം വളരെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് സുരക്ഷാ സാഹചര്യത്തിൻ്റെ സെൻസിറ്റീവ് സ്വഭാവം കാരണം പേര് വെളിപ്പെടുത്തരുതെന്ന് വ്യവസായത്തിൽ മുതിർന്ന ഭരണാധികാരി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 10 ദിവസത്തിന് ഇടയിൽ ഒരു രാത്രിയിൽ ഫോർട്ട് മക്നായറിന് മുകളിൽ നിരവധി ഡ്രോണുകൾ കണ്ടെത്തിയതായിട്ട് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ
കാരണം കൊണ്ട് സുരക്ഷ വളരെ കർശനമാക്കി വയ്ക്കുമ്പോഴാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് എങ്ങനെ പ്രതികരിക്കണമെന്ന് തീരുമാനിക്കാൻ വൈറ്റ് ഹൗസ് യോഗം ചേർന്നിരിക്കുകയാണെന്ന് അർത്ഥം. വാഷിങ്ടണിലുള്ള ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് അമേരിക്ക വിദേശത്തുള്ള നയതന്ത്ര പോസ്റ്റുകൾക്ക് ആഗോള സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഭീഷണികൾ കാരണം സ്വദേശത്തെ നിരവധി താവളങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഒരു സാധാരണ ഒരു അമ്മൂമ്മയുടെ ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ, വല്ല കാര്യമുണ്ടോ? എവിടെയോ കിടക്കുന്ന ഇറാൻ്റെ മേലെ പോയിട്ട് ചൊറിയാനും മാന്താനും നിന്നതല്ലേ പ്രശ്നം? അവരാരെങ്കിലും അമേരിക്കയെ ചൊറിയാൻ നിന്നോ? അമേരിക്ക ആർക്ക് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്? ഈ ചോദ്യം എൻ്റേതല്ല, അമേരിക്കക്കാരുടെ ചോദ്യമാണ്. അമേരിക്കൻ സെനറ്റിനകത്തുള്ള സെനറ്റർമാരുടെ ചോദ്യമാണ്, നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്? അമേരിക്കയുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ആരിനും ഇടപെട്ടോ? പശ്ചിമേഷ്യയിൽ ആരിനും ഇടപെട്ടോ? അവിടെ ആരെങ്കിലും ഒരു ആനപ്പടക്കമെങ്കിലും പൊട്ടിച്ചോ? നിങ്ങൾ എന്തിനാണ് ഇവിടുത്തെ നികുതി പണം അവിടെ കൊണ്ട് പൊരിച്ചു കളയുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് അവർ തന്നെ ചോദിക്കുന്നുണ്ട്. ഏതായാലും വാഷിങ്ടണിലെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം വളരെ വലിയ രൂപത്തിലുള്ള ജാഗ്രതാവൽക്കരണം അവരവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരാഴ്ച ന്യൂജേഴ്സിയിലെ ജോയിൻ്റ് ബേസ് മക്ഗുയർ, ഡിക്സ്, ലേക്ക് ഹേഴ്സ്റ്റ്, ഫ്ലോറിഡയിലെ മാക്ഡിൽ എയർഫോഴ്സ് ബേസ് അവരുടെ സേനാ സംരക്ഷണ നില ചാർലിയിലേക്ക് ഉയർത്തി. അതെന്താ എനിക്ക് മനസ്സിലായില്ല. വലിയ നിലയിലേക്ക് ഉയർത്തി അത്രമാത്രം. അതായത് ഇൻ്റലിജൻസ് ഒരു ആക്രമണമോ അപകടമോ ഉണ്ടാകാനുള്ള സാധ്യത സൂചിപ്പിക്കുന്നു എന്നർത്ഥം. ഒരു ആക്രമണം നടക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുമ്പോൾ മാത്രമാണ് ഉയർന്ന ലെവൽ ഡെൽറ്റ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കയറ്റി വിടുന്നൊരു കാര്യമുണ്ട്. ഈ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഇറാനിലെ പരമോന്നത നേതാവായിട്ടുള്ള, ഇപ്പോഴത്തെ പരമോന്നത നേതാവായിട്ടുള്ള, പഴയ പരമോന്നത നേതാവായിരിക്കുന്ന ആയത്തുള്ള ഖൊമൈനിയുടെ, അലി ഖൊമൈനിയുടെ മകൻ മുജ്തബ ഖൊമൈനി പറഞ്ഞൊരു കാര്യമുണ്ട്. അമേരിക്കയിലെ എന്തെങ്കിലും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ ന്യായീകരണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറാനിൽ ഞങ്ങൾ എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നു, ഇതേ കണ്ടില്ല, ഇതേവരിങ്ങനെ ചെയ്തു എന്നും പറഞ്ഞ് ചില തെമ്മാടിത്തരങ്ങൾ ആക്രമണ രൂപേണ അമേരിക്കയിൽ തന്നെ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് നാവ് പിൻവലിച്ചിട്ടേ ഉള്ളൂ മുജ്തബ. അപ്പോഴേക്കും ഇവർ തന്നെ പറയുന്നുണ്ട്, മുൻകൂട്ടി പറയുന്നുണ്ട്, ഇൻ്റലിജൻസ് പറയുന്നുണ്ട്, ഇവിടെ അമേരിക്കയിൽ വലിയ ആക്രമണമോ അല്ലെങ്കിൽ അപകടങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന്. ഒരു ആക്രമണമോ അപകടമോ നടക്കുമ്പോഴാണ് വലിയ രൂപത്തിൽ അലർട്ടുകൾ അവർ പുറപ്പെടുവിക്കുന്നത്. അതിപ്പോൾ അവർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പം ഇനി അതിൻ്റെ പുറകിൽ എന്തിന് ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത? ഇതൊക്കെയാണ് കാണുന്നത്. ഇതെല്ലാം യുദ്ധത്തിൻ്റെ മാറിയ കളികളാണ്. യുദ്ധത്തിനുമുണ്ട് മഹനീയത, യുദ്ധത്തിനുണ്ട് യുദ്ധം ചെയ്യുന്നതിൻ്റെയുള്ള അന്തസ്സ്. ആ അന്തസ്സെല്ലാം വിട്ടുകൊണ്ടാണല്ലോ സന്ധി സംഭാഷണം നടക്കുമ്പോൾ പോയിട്ട് ഒരു രാഷ്ട്രത്തിന് തലവനെ കൊന്നത്. ആയതുകൊണ്ട് തന്നെ ലോകത്തിലെമ്പാടുമുള്ള രാഷ്ട്രങ്ങൾ ഇപ്പോൾ അമേരിക്കയ്ക്കെതിരാണ്. അവരുടെ കൂട്ടാളികളായിട്ട് വിലയിരുത്തപ്പെട്ട ആളുകളും അവർക്കെതിരാണ്. നാറ്റോ സഖ്യവും അവർക്ക് എതിരാണെന്നുള്ള അവസരം എത്തിയിട്ടുണ്ട്. ഫോർട്ട് മെക്കനായറിന് മുകളിലൂടെ പറന്ന ഡ്രോണുകൾ റൂബിയോയെയും ഹെക്സത്തിനെയും സ്ഥലം മാറ്റുന്നത് പരിഗണിക്കാൻ ഉദ്യോഗസ്ഥന്മാരെ പ്രേരിപ്പിച്ചതായി 2 പേര് പറഞ്ഞു നടത്തും. ഇപ്പോൾ നെട്ടോട്ടം ഓടുന്നത് ആരാണ്? വാസ്തവത്തിൽ അമേരിക്ക പോയിട്ടാണ് തല വെച്ച് കൊടുത്തത്. അമേരിക്ക പോയിട്ടാണ് ആവശ്യമില്ലാതെ ചൊറിഞ്ഞത്. ഇപ്പോഴെന്തായി? മാന്തി പൊളിച്ചിരിക്കുകയാണ് ഇറാൻ. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള അവസ്ഥയിൽ നെട്ടോട്ടം ഓടുകയാണ് വാസ്തവത്തിൽ അമേരിക്ക. അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഫോർട്ട് മെക്കനായറിന് മേഖല വന്നിട്ടുള്ള ഡ്രോണുകൾ. അവിടെ താമസിക്കുന്നു പ്രതിരോധ സെക്രട്ടറിയാണ് അവിടെ താമസിക്കുന്നത്, സ്റ്റേറ്റ് സെക്രട്ടറിയാണ് താമസിക്കുന്നത്, റൂബിയോ, ഹെക്സത്ത്. ആയതുകൊണ്ട് ഈ ഒറ്റ മാർഗമുള്ളൂ, അവരെ വേറെ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റുക. എവിടേക്കാണ് മാറ്റുക? ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും മൂലയിലേക്കൊക്കെ അല്ലേ മാറ്റാൻ പറ്റുള്ളൂ. ഇന്നത്തെ സാഹചര്യത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൂടി വന്നോട് കൂടിയിട്ട് ലോകത്തിൻ്റെ ഏതെങ്കിലും മൂലയ്ക്ക് കൊണ്ടുപോയിട്ടൊരു നമ്മുടെ കേരളത്തിലൊരു തേങ്ങ പോലും ഒളിപ്പിക്കാൻ പറ്റില്ല. അത് കണ്ടെത്തും. മേലെ കിടന്ന് ചാര ഉപഗ്രഹങ്ങൾ കിടന്ന് നടക്കല്ലേ, കണ്ടെത്തും. ദേ അവിടെ തേങ്ങ എടുക്കുന്നുണ്ട്, ദേ സ്വാമിയുടെ കട്ടിലിൻ്റെ അടിയിലൊരു തേങ്ങ എടുക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഫോർട്ട് മെക്കനായറിന് മുകളിൽ ഡ്രോണുകൾ പറന്നു. അവിടെ താമസിച്ച റൂബിയോയും ഹെക്സത്തിനെയും സ്ഥലം മാറ്റാൻ ഉദ്ദേശിക്കുന്നു. ഒരു ചോദ്യം അവശേഷിക്കുന്നു, എവിടേക്ക് സ്ഥലം മാറ്റും?
നോർത്ത് പോളിലേക്കോ സൗത്ത് പോളിലേക്കോ സ്ഥലം മാറ്റാൻ പറ്റൂ? സെക്രട്ടറിമാരെ മാറ്റിയിട്ടില്ലെന്ന് ഒരു മുതിർന്ന അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല, ഞങ്ങൾ ആരും അവിടേക്ക് മാറ്റിയിട്ടില്ല, അതും അക്കൂട്ടത്തിൽ. അങ്ങനെയുള്ള പ്രസ്താവനകളും. ബേസിൽ അവരുടെ താമസ സ്ഥലങ്ങൾ ഒക്ടോബറിൽ നിരവധി ഔട്ട്ലെറ്റുകൾ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു, റിപ്പോർട്ടുകൾ ചെയ്തിരുന്നു. ഡ്രോണുകളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ചീഫ് പെൻറ്റഗൺ വക്താവ് സീൻ പാർണൽ വിസമ്മതിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ സെക്രട്ടറിയുടെ നീക്കങ്ങളെക്കുറിച്ച് വകുപ്പിന് അഭിപ്രായം പറയാൻ കഴിയില്ല. അത്തരം നീക്കങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് തികച്ചും നിരുത്തരവാദപരമാണ്. അമേരിക്ക ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിരുത്തരവാദപരമാണ്. അഭിപ്രായങ്ങൾക്കായിട്ടുള്ള അഭ്യർത്ഥനകളോട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റും പ്രതികരിച്ചിട്ടില്ല. എന്തൊട്ട് പ്രതികരിക്കാൻ? നാണക്കേടല്ലേ വാസ്തവത്തിൽ ഇതൊക്കെ? ഒരു ഈച്ചയ്ക്ക് പോലും ഞങ്ങളുടെ അമേരിക്കയിൽ ഞങ്ങളുടെ അനുവാദത്തോടു കൂടി അല്ലാതെ കടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വലിയ വർത്താനം പറയുന്നിടത്താണ് അവിടുത്തെ സ്റ്റേറ്റ് സെക്രട്ടറിയുടെയും പ്രതിരോധ സെക്രട്ടറിയുടെയും വാഷിങ്ടണിലുള്ള വസതിയുടെ മേലെ കിടന്നിട്ട് ഡ്രോൺ പറന്ന് കളിച്ചത്. ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇനിയിപ്പോൾ എന്താ പ്രതികരിക്കാനുള്ളത്? എന്ത് പ്രതികരിച്ചാലും നാണക്കേടല്ലേ? ഇറാനെതിരായിട്ടുള്ള സൈനിക പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന US സെൻട്രൽ കമാൻഡിനെ ഉൾക്കൊള്ളുന്ന മാക്ഡിൽ എയർഫോഴ്സ് ബേസിലെ സൗകര്യങ്ങൾ ഈ ആഴ്ച 2 തവണ അടച്ചുപൂട്ടിയതായിട്ട് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു. തിങ്കളാഴ്ച ബേസിൻ്റെ സന്ദർശക കേന്ദ്രം മണിക്കൂറുകളോളം അടച്ചുപൂട്ടാൻ നിർബന്ധിതമാക്കിയ സംശയാസ്പദമായിട്ടുള്ള പാക്കേജ്, എന്തോ സംതിങ് നടത്തം, ഈ പോലെ ഡ്രോണോ മറ്റെന്തെങ്കിലും ആയിരിക്കും. പാക്കേജിനെ കുറിച്ച് FBI അന്വേഷിക്കുന്നുണ്ട്. ബുധനാഴ്ച മറ്റൊരു സുരക്ഷാ സംഭവം മണിക്കൂറുകളോളം പ്രാബല്യത്തിലുണ്ടായിരുന്ന ഒരു ഷെൽട്ടർ ഇൻ പ്ലേസ് ഓർഡറിലേക്ക് നയിച്ചതായിട്ട് ബേസ് പ്രസ്താവനയിൽ പറഞ്ഞു. നമ്മുടെ ജനങ്ങളുടെയും ദൗത്യത്തിൻ്റെയും സുരക്ഷ ഉറപ്പാക്കാൻ കമാൻഡർമാർ പ്രാദേശിക ഭീഷണി വിലയിരുത്തലുകൾക്ക് അനുസൃതമായിട്ട് അവരുടെ ഇൻസ്റ്റാളേഷൻ്റെ നിലപാട് ക്രമീകരിക്കുന്നു, ഒരു വ്യോമസേന വക്താവ് പറഞ്ഞു. ഈ ചൊവ്വാഴ്ച ലോകമെമ്പാടുമുള്ള എല്ലാ US നയതന്ത്ര ദൗത്യങ്ങളോടും അടിയന്തര സുരക്ഷാ അവലോകനങ്ങൾ നടത്താൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശിച്ചു. ഭയമുണ്ട് എന്ന് സാരം, എന്തോ സംതിങ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് സാരം. മിഡിൽ ഈസ്റ്റിലെ പശ്ചിമേഷ്യയിലെ നിലവിലുള്ളതും വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള സാഹചര്യവും അതിൻ്റെ അനന്തരഫലങ്ങൾക്കുള്ള സാധ്യതയും ചൂണ്ടിക്കാണിച്ച് വാഷിങ്ടൺ പോസ്റ്റ് കണ്ട ഒരു കേബിളിൽ പറയുന്നു. അതായത് മിഡിൽ ഈസ്റ്റിലെ നിലവിലുള്ളതും വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള സാഹചര്യവും അതിൻ്റെ അനന്തരഫലങ്ങൾക്കുള്ള സാധ്യതയും, ഇതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് തന്നെ വന്നിട്ടുണ്ട്. ഫോർട്ട് മെക്നായർ നാഷണൽ ഡിഫൻസ് യൂണിവേഴ്സിറ്റിയുടെയും പെൻറ്റഗണിലെ ഏറ്റവും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥന്മാരുടെയും ആസ്ഥാനമാണ് ഈ ഫോർട്ട് മെക്നായർ. അതായത് നാഷണൽ ഡിഫൻസ് യൂണിവേഴ്സിറ്റിയുടെ പെൻറ്റഗണിലെ ഏറ്റവും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥന്മാരുടെ ആസ്ഥാനമാണ് ഈ ഫോർട്ട് മെക്നായർ. വളരെയധികം സുരക്ഷിതത്വമുള്ള, അതിന് ഉദാഹരണമായിട്ട് പറയാൻ ഒരു ഈച്ചയ്ക്ക് പോലും കടന്നു വരാൻ പറ്റാതെ, അതിനെ വീണ്ടും പറയാൻ പറ്റുള്ളൂ. രാഷ്ട്രീയ നേതാക്കളെ പാർപ്പിക്കാൻ സാധാരണയായി ഈ താവളം ഉപയോഗിക്കാറില്ലെങ്കിലും സ്ഥാനമൊഴിയുന്ന ഹോം ലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി എൽ നോം ഉൾപ്പെടെ ട്രംപ് ഭരണകൂടത്തിലെ കൂടുതൽ അംഗങ്ങൾ സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാണിച്ച് പ്രദേശത്തെ താവളങ്ങൾക്ക് മാറിയിട്ടുണ്ട്, പല സ്ഥലങ്ങളിലേക്കായിട്ട് മാറിയിട്ടുണ്ട്. ക്യാപിറ്റോൾ ഹില്ലിനും വൈറ്റ് ഹൗസിനും സമീപമാണ് ഈ താവളം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ മറ്റു ചില ഇൻസ്റ്റാളേഷനുകളുടെ അതേ നിലവാരത്തിലുള്ള സുരക്ഷാ ബഫർ ഇതിനില്ല. 2020 ജനറൽ ഖാസിം സുലൈമാനിയുടെ കൊലപാതകത്തിന് ശേഷമുള്ള ഇറാൻ്റെ പ്രതികാര പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും മറ്റ് മുതിർന്ന നേതാക്കൾക്കും ചുറ്റും സമാനമായിട്ടുള്ള ഡ്രോൺ ഭീഷണികൾ സമീപ വർഷങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ടെന്നും US ഉദ്യോഗസ്ഥന്മാർ പറയുന്നു. 2024 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വേളയിൽ ട്രംപിനെ സംരക്ഷിക്കുന്ന സുരക്ഷാ സംഘങ്ങൾ ലോസ് ആഞ്ചലസിലൊരു പത്രസമ്മേളനത്തിലും പെൻസിൽവാനിയയിലൊരു മോട്ടോർ കാടിനിടയിലും ഉൾപ്പെടെ തിരിച്ചറിയാത്ത ഡ്രോണുകൾ ആവർത്തിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. ആ വർഷം സെപ്റ്റംബറിൽ ഇറാൻ ട്രംപിനെ കൊല്ലാൻ പദ്ധതിയിടുന്നു എന്നും US-നുള്ളിൽ ഒന്നിലധികം ടീമുകളെ വിന്യസിച്ചിരിക്കാമെന്നും ഉദ്യോഗസ്ഥന്മാർ മുന്നറിയിപ്പ് നൽകി. ഇറാനും ആ വർഷത്തെ കൊലപാതക ശ്രമങ്ങളും തമ്മിൽ നേരിട്ടുള്ള ബന്ധം കണ്ടെത്തിയിട്ടില്ലെങ്കിലും ഒരു ബന്ധം തള്ളി കളയാൻ ആവില്ല എന്ന് അമേരിക്കൻ അധികൃതർ പറഞ്ഞു.
മുൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോയ്ക്കും മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടനുമെതിരായിട്ടുള്ള ഇറാനിൽ നിന്നുള്ള ഭീഷണികൾ ബൈഡൻ ഭരണകൂടത്തെ അവരുടെ സുരക്ഷാ സംരക്ഷണം തുടരാൻ പ്രേരിപ്പിച്ചു. അവർ റിട്ടയർഡായതിനു ശേഷവും പിന്നീട് 2025 ട്രംപ് അത് പിൻവലിച്ചു. ഏതായാലും വിചാരിച്ച പോലെ കാര്യങ്ങൾ എളുപ്പമല്ല എന്ന് വന്നിരിക്കുകയാണ്. ഓരോ സുരക്ഷാ പദ്ധതികൾ ഒരുക്കുമ്പോഴും ആ സുരക്ഷാ പദ്ധതികളെ ഉല്ലംഘിക്കാനുള്ള മാർഗങ്ങൾ അപ്പുറത്തൊരുങ്ങി വരികയാണ്. പണ്ടത്തെ പോലെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള മനുഷ്യബുദ്ധി ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ നടക്കുന്നത്. മനുഷ്യൻ തന്നെ വാർത്തെടുത്തിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാര്യങ്ങൾ മനുഷ്യൻ്റെ ബുദ്ധിയേക്കാൾ വേഗത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ആയതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ബെഡ്റൂം രഹസ്യങ്ങൾ പോലും ഒരാൾ പറഞ്ഞത് വലിയ രാഷ്ട്ര നേതാക്കന്മാർ സൈനിക കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. ചർച്ച ചെയ്തു കഴിഞ്ഞാൽ അവരിയ്ക്കുന്നതിൻ്റെ 10 50 അടി അല്ലെങ്കിൽ 100 അടി അകലെയുള്ള യന്ത്രങ്ങൾ അവരുടെ ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി വെച്ചുകൊണ്ട് ആ ആളുകളെ അവർ തിരഞ്ഞു പിടിക്കുമത്രേ. അവർ പറയുന്ന കാര്യങ്ങൾ അതേപോലെ ഒപ്പിയെടുക്കാനുള്ള സംവിധാനങ്ങളും. കാരണം എൻ്റെ ചുറ്റുമുള്ള ചുമരുകളെ പോലും വിശ്വസിക്കാനും കഴിയാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ലോകമുള്ളത്. ഞാനിവിടെ എൻ്റെ മൊബൈലിൽ ഇന്ന് കാണുന്ന ആ സിസ്റ്റം ആയിരിക്കില്ല നാളെ കാണുക. അപ്പോൾ ആരോ എവിടെയോ ഇരുന്നിട്ട് അത് നിയന്ത്രിക്കുന്നത്. മാത്രമല്ല എനി ഡെസ്ക് എന്നൊരു സംവിധാനത്തിൽ എൻ്റെ മൊബൈലിൽ കേട് വന്നാൽ അമേരിക്കയിലുള്ള എൻ്റെ സുഹൃത്ത് ന്യൂയോർക്കിൽ ഇരുന്നുകൊണ്ട് നേരെയാക്കാൻ പറ്റും. ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രഹസ്യമായിട്ട് നിങ്ങൾക്ക് ജീവിതം തുടരണമോ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ജനിച്ച പടി തുടരുക. അതേ മാർഗമുള്ളൂ. ആരോ പറഞ്ഞത് ഈ ബട്ടൺസ് ഇല്ലേ, ഷർട്ടിൻ്റെ ബട്ടൺസ് ആ ബട്ടൺസ് പോലും വിശ്വസിച്ച് ധരിക്കാൻ പറ്റില്ല. ആ ബട്ടൺസിനകത്തും ഉണ്ടാകാം ചിലപ്പോൾ സൂക്ഷ്മമായിട്ടുള്ള ദർശിനികളും കാര്യങ്ങളും എന്നാണ് പറയുന്നത്. ആയതുകൊണ്ട് തന്നെ ഇനി ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, നിങ്ങൾക്ക് രഹസ്യമായിട്ട് ഈ ലോകവുമായിട്ട് സംവദിക്കാതെ നിങ്ങൾ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തു എന്നിരിക്കട്ടെ, വലുതായിട്ടുള്ള കുറ്റകൃത്യം ചെയ്തു, നിങ്ങളെ പിടിക്കാതിരിക്കുക ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, നിങ്ങൾ ജനിച്ച പടിയായിട്ട് മാറുക. എന്നിട്ട് ഏതെങ്കിലും ഹിമാലയത്തിൽ പോയിട്ട് അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിലെ ഗുഹയിൽ പോയിട്ട് ആദിവാസിയായിട്ട്, അത് ഇപ്പോഴത്തെ തരം ആദിവാസികളല്ല, പണ്ടത്തെ തരം ഹൈലി നൊമാഡിക് ആയിട്ടുള്ള ആദിവാസികളെ പോലെ താമസിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു മൊബൈലുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ രഹസ്യവാനല്ല, നിങ്ങൾ പരസ്യവാനാണ് എന്നർത്ഥം. ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അമേരിക്കയിൽ വന്ന ഡ്രോണുകൾ അതൊരു സന്ദേശമാണ്, ഒരു മുന്നറിയിപ്പാണ്. അമേരിക്കയ്ക്ക് യുദ്ധം നിർത്താനുള്ള സമയമായി. അല്ലയോ ട്രംപേ, അല്ലയോ അമേരിക്കയെ യുദ്ധം നിർത്തിക്കോ, അതാണ് നല്ലത്. അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന ഡ്രോണാണ് നാളെ വരുന്നത്